കർത്താവ് കേൾപ്പിച്ച അനുഗ്രഹീതമായ വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ ഹൃദയം നിറഞ്ഞ് സ്തുതിക്കുന്നു. നമ്മളെ സ്വർഗീയ മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളൊരു കാര്യവും സ്വർഗത്തിലുള്ള നിരന്തരമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ നാം എത്ര ഗൗരവത്തോടെ എത്ര നിലവിളിയോടെ കാണണം എന്നുള്ളൊരു കാര്യം നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മൾ പ്രാരംഭമായിട്ട് കൊളോസ്യർ 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ആ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ പുനരുദ്ധത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും എത്ര വ്യക്തമായിട്ട് സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ എത്ര ജീവനുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായി. കൊളോസ്യർ 3 അവിടെ എന്താ ആദ്യത്തെ 4 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടു. കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ, 2-ാമത്തെ വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ, അല്ലെങ്കിൽ ഉയരത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സുറപ്പിക്കുവിൻ എന്നാണ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ളൊരു പരിഭാഷ നമുക്ക് വരുത്താവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത് എന്നുള്ളൊരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഫ്രോണിയോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രോണിയോ എന്ന് പറഞ്ഞാൽ സെറ്റ് യുവർ മൈൻഡ് ഓൺ, ഇംഗ്ലീഷിൽ അങ്ങനെ സെറ്റ് യുവർ മൈൻഡ് ഓൺ, അല്ലെങ്കിൽ ഡയറക്റ്റ് വൺസ് മൈൻഡ് എന്നൊക്കെ ആ ഫ്രോണിയോ എന്നുള്ള വാക്കിനർത്ഥം. ഫ്രനിക് നെർവ് എന്നൊക്കെ മെഡിക്കൽ എന്തെങ്കിലുമൊക്കെ ഒരു ടച്ചുള്ളവർക്ക് നമുക്ക് ഫ്രനിക് നെർവ് എന്നൊക്കെ ഡയഫ്രത്തെ ഇന്നോവേറ്റ് ചെയ്യുന്ന നെർവിനെ ഫ്രനിക് നെർവ് എന്ന് പറയുന്നത്. ഫ്രോണിയോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സ് ഡയറക്റ്റ് ചെയ്യുന്ന, നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യുന്നൊരു കാര്യം. അത് ഒരു സ്വർഗീയ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ കാണുക. സ്വർഗത്തിൽ തന്നെ കർത്താവിൽ തന്നെ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ദേഹി, നമ്മുടെ പ്രാണൻ, അത് സ്വർഗത്തിൽ തന്നെ സെറ്റ് ചെയ്യുക, ഉറപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കി ഭൂമിയിലുള്ള കാര്യങ്ങളെ ചിന്തിക്കേണ്ടത്. ഭൂമിയിലുള്ളത് നമുക്ക് നാളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ നാളെ എക്സാം കാണുമായിരിക്കും, നാളെ ചിലർക്ക് പരീക്ഷ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ സ്വർഗീയമായ വീക്ഷണങ്ങളോട് കൂടെ കാണുവാണെങ്കിൽ നമ്മൾ മീറ്റിംഗൊക്കെ മിസ്സാക്കി ഓൺലൈനായിട്ടൊക്കെ അറ്റൻഡ് ചെയ്താലും മതി എന്ന് വിചാരിക്കുമോ? അത് നമ്മൾ ആ കാര്യങ്ങളെ അത് എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. എത്രമാത്രം നമുക്ക് കർത്താവും കർത്താവിൻ്റെ വചനവും കൂട്ടായ്മയും ഒക്കെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. കർത്താവ് നമ്മളെ ആ ഒരു നിരന്തരമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്ക്, ആ ഒരു സ്വർഗത്തിൽ തന്നെ മനസ്സ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടാണ് യഥാർത്ഥത്തിൽ, സ്വർഗീയ തലത്തിലാണ് യഥാർത്ഥത്തിൽ കർത്താവുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ആ കാര്യങ്ങളെക്കുറിച്ച് അതുകൊണ്ട് അച്ഛനും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടത്. അതായത് ദൈവം എവിടെ ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 3-ാം സ്വർഗത്തില് പിതാവും പിതാവിൻ്റെ വലതുഭാഗത്തായിട്ട് യേശുക്രിസ്തുവുണ്ട്. അവിടെ നിന്ന് ആ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഒരു പളങ്ങ് നദിയായിട്ട്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ റിവറായിട്ട്, നദിയായിട്ട് വന്ന് ഒഴുകുന്നതിനെ കുറിച്ച് നമ്മളത് വെളിപാട് 22-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ആ പളങ്ങ് നദിയായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആത്മാവിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് വന്നത് എപ്പോഴാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവേ ഞാനാണ് പാപി, അതുവരെ അവരുടെ കുറ്റങ്ങളും അവരൊക്കെ വലിയ പാപികളാണ്, ഇവരൊക്കെ വലിയ കൊള്ളാതിരുത്താത്തവരാ, രാഷ്ട്രീയക്കാര് അവർ മോശക്കാരാ, ബിസിനസ്സുകാര് അവർ വഞ്ചകന്മാര്, അവര് കള്ളന്മാര്, പിടിച്ചുപറിക്കാര്, തെറ്റായ മാർഗത്തിൽ നടക്കുന്നവർ, അങ്ങനെ പലരെയും നമ്മളെ വെറുതെ ചൂണ്ടിക്കൊണ്ടിരുന്നു. നമ്മൾ യഥാർത്ഥത്തില് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആ സമയം നമ്മളൊക്കെ എന്താ ബോധ്യമായോ, കർത്താവ് ഞാനാണ് പാപി, കർത്താവ് എനിക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, ഞാനാണ് കർത്താവെ ഏറ്റവും വലിയ പാപി എന്ന് നമ്മെ തന്നെ ദൈവമുമ്പാകെ ആദ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി, നമ്മളുടെ ആ ഇച്ഛാശക്തിയിൽ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന് മുമ്പാകെ, കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് തരുന്നു, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഇപ്പം നമ്മളൊരു ശിശുവിനെ പോലെ ആയി തീരുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ലെന്ന മത്തായി 18:3 കർത്താവ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ
ആ ഒരു ശിശുവിനെ പോലെ ആയ ഒരു ചെറിയൊരു ബ്രേക്കിംഗ് ഉണ്ടായി. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ താഴ്ത്തി കർത്താവിനെ സമർപ്പിച്ചു. നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീല വന്നു. ഒരു ചെറിയൊരു വിള്ളല്. പരിശുദ്ധാത്മാവ് എല്ലാവരും ഉണർന്നിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്നു. ആ സ്വർഗ്ഗത്തിൽ നിന്നുള്ള പടകിൽ നദി നമ്മുടെ ആത്മാവിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ജീവൻ ഉണ്ടായി ആത്മാവില്. അതുപോലെ നമ്മൾ മരിച്ചവരായിരുന്നു, പാപത്തിലും അകൃത്യത്തിലൊക്കെ മരിച്ചവരായിരുന്നു നമ്മൾ എന്നാണ് എഫേസ്യർ 2:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ മരിച്ച അവസ്ഥയിലായിരുന്നു, ആത്മാവിന് മരിച്ച അവസ്ഥയിലായിരുന്നു. നമ്മുടെ ദേഹത്തിലും ദേഹിയിലും നമുക്ക് ജീവൻ ഉണ്ടായിരുന്നു. ദേഹത്തിൽ ജീവനുണ്ട്, പൾസൊക്കെ പിടിച്ചു നോക്കുമ്പോൾ നല്ല പൾസുണ്ട്, BP ഉണ്ട്, ദേഹത്തിൽ ജീവൻ യാതൊരു കുഴപ്പമില്ല. പിന്നെ ദേഹി നമ്മുടെ ചിന്തകളും അവിശ്വാസിയായിരിക്കുന്നവർക്കും നമ്മളെക്കാട്ട് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നല്ല തീരുമാനം എടുക്കാനുള്ള കഴിവും അങ്ങനെ സാമർത്ഥ്യം കാര്യങ്ങളുണ്ട്. ദേഹിയിലും ജീവനുണ്ട്. എന്നാൽ എവിടെ നമ്മൾ മരിച്ചവരായിരുന്നു വെച്ചാൽ ആത്മാവിലായിരുന്നു നമ്മൾ മരിച്ചവരായിരുന്നത്. എഫേസ്യർ 2:1 നമ്മൾ വായിക്കുന്നവരെ മരിച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ദേഹത്തിലും ദേഹിയിലും ജീവനുണ്ടായിരുന്നു, ആത്മാവിൽ മരിച്ചവരായിരുന്നു. എന്നാൽ അതുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിച്ചപ്പോൾ അവിടെ യേശുവിന്റെ രക്തം നമ്മളുടെ ആത്മാവിന്റെ കണ്ണായിട്ടുള്ള മനസാക്ഷിയെ ശുദ്ധമാക്കുകയും ദൈവത്തിന്റെ ആത്മാവ് നിർമ്മലമായിട്ടുള്ള പടക് നദി പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം, ഒരു സ്നേഹബന്ധം, ഒരു നിർമ്മലമായ ഒരു പ്രണയബന്ധം എന്ന് പറയാം. യേശു കർത്താവ് ആത്മമണവാളനായിട്ട് എനിക്കെല്ലാം ആയവനെ എന്നൊക്കെ നമ്മൾ ഇന്ന് പാട്ടിൽ പാടിയതുപോലെ ഹീസ് എവറിത്തിങ് ടു മീ, ഹിസ് ഫെയറസ്റ്റ് ഓഫ് 10,000 ടു മൈ സോൾ. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് ആ സമയത്ത് തന്നെ സമർപ്പിച്ച ഒരു അവസ്ഥയിലാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവില് യേശു നമുക്ക് എല്ലാവനായി തീരും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തായാലും നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ കർത്താവ് മതി, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കേട്ടോ പ്രാരംഭമായിട്ട് നമ്മൾ ആ ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പം കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മയിൽ കർത്താവ് അവിടുന്ന് എല്ലാമായി തീർന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വരുമ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ ആത്മാവ് ഈ സ്വർഗത്തിലെത്തി എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. ആ സമയം ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ മുന്നമേ തെരഞ്ഞെടുത്തു. പിന്നെ എഫേസ്യർ 2:6-7 വാക്യങ്ങളിൽ ഇപ്പം നമ്മൾ പ്രാരംഭമായിട്ട് വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. എഫേസ്യർ 2:6-7 നമ്മൾ സ്വർഗത്തിൽ സ്വർഗസ്ഥലങ്ങളിൽ 6-7 ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ഇംഗ്ലീഷിൽ ഒരു വാക്യമാണെങ്കിൽ മലയാളത്തിൽ ഒരു വാക്ക്, ഇപ്പൊ രണ്ടും കൂടെ ചേർത്ത് 6-7 സാധാരണ പറയുന്നത്. മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ 6-ാമത്തെ വാക്യം, മലയാളത്തിൽ 7-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ, എഫേസ്യർ 2:7, ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് അവിടെ നമുക്കൊരു സ്ഥാനം സ്വർഗസ്ഥലങ്ങളിൽ പരിശുദ്ധ ദൈവത്തിന്റെ ആത്മാവ്, സ്വർഗത്തിന്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മാവ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. നമ്മുടെ ആത്മാവിന് നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. പിന്നെ ഇപ്പോ നമ്മള് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. പിന്നീട് ഒരു നാളില് കർത്താവ് ജയിച്ചതുപോലെ ജയിക്കുന്നവർക്ക് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഇരിക്കുവാന് വരം നൽകുമെന്നാണ് നമ്മളവിടെ വെളിപാട് 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെ ലവോദിക്യ സഭയുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് റെഫർ ചെയ്തായിരുന്നല്ലോ. അവിടെ ആ ലവോദിക്യ സഭയോട് പറയുമ്പോൾ വെളിപാട് 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില് നമ്മൾ പുനരുത്ഥാന ശരീരത്തോടെ അവിടെ അക്ഷരികമായിട്ട് കർത്താവിനോട് ഇരിക്കാനുള്ള ഒരു അവസ്ഥയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വെളിപാട് 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പം നമ്മള് ആത്മാവിൽ ഇരുത്തപ്പെട്ടു രക്ഷിക്കപ്പെട്ടപ്പോൾ ഇനിയിപ്പോ പുനരുദ്ധാന ശരീരത്തോടുകൂടി നമ്മൾ ജയിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ കാന്തയുടെ ഭാഗമായി തീരുന്നവരാണെങ്കിൽ, നമ്മൾ ജയിക്കുന്നവരാണെങ്കിൽ പുനരുദ്ധാന ശരീരത്തോടുകൂടി നമ്മൾ ആ പെരുന്നാളിൽ കർത്താവിനോടുകൂടെ നമുക്ക് ഇരിക്കാൻ പറ്റും. എന്നാൽ നമ്മളുടെ ആത്മാവും ദേഹത്തിന്റെ ഇടയിലുള്ള ദേഹി, ഈ ദേഹിയാണ് ഇന്ന് സ്വർഗത്തിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമായിട്ടുള്ളത്. ആത്മാവ് ഓൾറെഡി ഇരുത്തപ്പെട്ടു. പുനരുദ്ധാന ശരീരത്തോടെ ഒരിക്കലും നല്ല ഇരിക്കും നമ്മളെ വിശ്വസ്തരെങ്കിൽ ജയിക്കുന്നവരാണെങ്കിൽ. എന്നാൽ നമ്മൾ ഈ ഭൂമിയുടെ ഒരു യാത്രയിൽ നമ്മളുടെ ദേഹി, നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകള് അത് സ്വർഗത്തിലുള്ള ആത്മാവ് അവിടെ സ്വർഗത്തിൽ തന്നെ ഉയർത്തി പ്രവർത്തിക്കാനാണ് ഇവിടെ നമ്മൾ പ്രവേശിച്ച 3-ാം അധ്യായത്തിൽ
രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടത്. ക്രിസ്തുവിനോട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയർന്നുള്ളവരെ അന്വേഷിക്കുന്നു എന്ന് നമ്മളവിടെ അവിടെ 3:1 കണ്ടു. അതുകൊണ്ട് ഭൂമിയിലുള്ളവരുടെ ഉയരത്തിലുള്ളവരും ഉയരത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണാം. നമ്മള് രക്ഷിക്കപ്പെട്ടതും കർത്താവിനോട് കൂട്ടായ്മയിലേക്ക് വന്നു. എന്നാൽ പിന്നീട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഓരോരോ പ്രലോഭനങ്ങളും പരീക്ഷകളും പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിൽ നമ്മളെ തമ്മിൽ അകറ്റുന്നത് എന്താണ് നമ്മളിപ്പോൾ കേട്ടത്? പാപമാണ്. നമ്മളത് യെശയ്യാ 59 2-ാമത്തെ വാക്യത്തിന് ക്ലിയറായിട്ട് പറയുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങളല്ലയോ, നിങ്ങളുടെ പാപങ്ങളാണ് ദൈവത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്. ആ പാപം എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് വരുന്നതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജഡത്തിൽ നിന്ന്, നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അതായത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ആത്മാവിനോട് നമ്മൾ ഉൾപ്പെട്ടവരാണെങ്കിലും ഇന്ന് ആ സ്വർഗത്തിന്റെ ഒരു കൺട്രോള് എന്റെ ജീവിതത്തിൽ വരാനുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പാപം, അല്ലെങ്കിൽ എന്റെ സ്വയം, എന്റെ ജഡമാകുന്ന ഒരു തിരശ്ശീല എന്നുവെച്ചാൽ സ്വർഗസിംഹാസനത്തിലേക്ക് ഒരിക്കലും ആക്സസ് യേശു തന്റെ ജഡമെന്ന തിരശ്ശീല ചീന്തി കർത്താവ് പോയി. എന്നാൽ ഇന്ന് എന്റെ ജഡത്തിലും എന്റെ സ്വയത്തിലും എന്റെ സ്വയങ്ങളും എന്റേതായ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്. ആ സ്വന്തം ഇഷ്ടത്തിൽ നിന്നാണ് പല പാപ സ്വഭാവങ്ങൾ വരുന്നത്. അത് ദ്രോഹിക്കുന്നതായിരിക്കാം, മോഹിക്കുന്നതായിരിക്കാം, വ്യാകുലപ്പെടുന്നതായിരിക്കാം, മറ്റുള്ളവരെ വിധിക്കുന്നതായിരിക്കാം, പുച്ഛിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യമാനം തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പരാതിയും പുറകൊടുക്കലും, അങ്ങനെ പലവിധമായിട്ടുള്ള പാപ സ്വഭാവങ്ങൾ. നമ്മൾ മത്തായി 5-6 അധ്യായങ്ങളിൽ തന്നെ കർത്താവ് തന്നെ പല പല പാപത്തിന്റെ വലിയൊരു ലിസ്റ്റുകൾ കർത്താവ് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ വചനത്തിലുടനീളം കർത്താവിന് ചേരാത്തതായിട്ട് പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഉയരുമ്പോൾ നമ്മുടെ ഒരു സെൽഫ്, നമ്മുടെ ഒരു ജഡമുണ്ട്. അപ്പോ സ്വർഗത്തിൽ ആത്മാവിന് തരത്തിൽ നമ്മൾ ഇരുത്തപ്പെട്ടവരാണെങ്കിലും ഇന്ന് നമ്മുടെ ഭൂമിയിലാണ് നമ്മളുടെ ദേഹവും ദേഹിയും ഉള്ളത്. ആത്മാവില് പരിശുദ്ധാത്മാവ് വന്നപ്പം ആത്മാവ് സ്വർഗത്തിലാണെന്ന് പറയാം. പക്ഷെ ആ പരിശുദ്ധാത്മാവിന്റെ കൺട്രോള് എന്റെ ദേഹിക്കും ദേഹത്തിനും മരണമെന്നുണ്ടെങ്കിൽ എവിടെ ഒരു മരണം വരണം? ഈ ഒരു എന്റെ ജഡമാകുന്ന തിരശ്ശീലയില് അവിടെ ഒരു ചീന്തൽ, അവിടെ ഒരു മരണം വന്നാലേ എനിക്ക് ദൈവമായിട്ടുള്ള അൺബ്രോക്കൺ ഫെലോഷിപ്പ്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കേട്ടു. ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്. കർത്താവിനോടുള്ളൊരു അകവഴിഞ്ഞ ഒരു അൺബ്രോക്കൺ, അതായത് ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അത് പറയുമ്പോൾ ശരിക്കും തുള്ളിച്ചാടും. എന്നുവെച്ചാൽ കർത്താവുമായിട്ടുള്ള ഇടപെടലിന്റെ ആ ഒരു കൂട്ടായ്മ, ആ ഒരു സ്നേഹബന്ധം, ആ ഒരു മാധുര്യം, സ്നേഹ മാധുര്യം എന്നൊക്കെ നമ്മുടെ പാട്ടിലൊക്കെ പാടുന്നത് പോലെ കർത്താവിനോടുള്ള ആ ഒരു കൂട്ടായ്മയുടെ മാധുര്യം നമ്മളെ അതുപോലെ ഇടപെടാതെ ആ ഒരു സ്വർഗത്തിന്റെ അനുഭവത്തിൽ തന്നെ നമ്മളുടെ ആ ആത്മാവോട് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്നാൽ നമ്മളുടെ ഈ ദേഹിയും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് വരുമ്പോൾ നമ്മുടെ ദേഹിയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ദേഹം കൊണ്ട് എങ്ങോട്ട് നോക്കണം, എന്ത് കേൾക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ ദേഹിയുള്ള തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി കൊണ്ടാണ് നമ്മുടെ ദേഹവും കൺട്രോളിലാകുന്നത്. ഇപ്പൊ ഞാനിവിടെ കൈ വെക്കണം എന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ ഞാൻ കൈ വെക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൈ വെക്കരുത്. പക്ഷെ നമ്മുടെ ദേഹം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ദേഹിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ പരിശുദ്ധാത്മ നമ്മുടെ ദേഹിയെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ദേഹത്തിൽ ഒരു കൺട്രോൾ. അപ്പൊ സ്വർഗത്തിന്റെ ആ ഒരു കൺട്രോളിലേക്ക് നമ്മൾ വരണം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ കൊളോസ്യർ 3 ആദ്യത്തെ 4 വാക്യങ്ങളിൽ നമ്മളത് കണ്ടത്. ആ സ്വർഗത്തിന്റെ ഫുൾ കൺട്രോളിലേക്ക് വരിക എന്ന് പറഞ്ഞാല് കർത്താവുമായിട്ടുള്ള ഇടപെടലില്ലാതെ ഒരു കൂട്ടായ്മയിലേക്ക്, അതിനുവേണ്ടി കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. അവിടെ ഏതെങ്കിലും തോട്ടത്തില് ആദാമിനെയും ഹവ്വയൊക്കെ സൃഷ്ടിച്ച് നമുക്കറിയാം, നമ്മൾ സാൻഡ്ബേറിന് എപ്പോഴും കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവിടെ 4 തവണ പറയുന്നുണ്ട്. അവിടെ ഉൽപ്പത്തി 1-ന്റെ 26-27 വാക്യങ്ങൾ പറയുവാണെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ തന്നെ സ്വരൂപത്തിലെന്ന് പറഞ്ഞാൽ തന്നെ കാര്യം ശരിയാണ്. പക്ഷെ വീണ്ടും എക്സസൈസ് ചെയ്ത് പറയുകയാണ് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് അവിടെ 4 തവണ എക്സസൈസ് ചെയ്തുകൊണ്ട് ഉൽപ്പത്തിയിൽ അത് പറഞ്ഞു കഴിഞ്ഞ് എന്ന് വെച്ചാൽ ദൈവം അതുവരെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്നും എത്ര ദൂതന്മാരെ സൃഷ്ടിച്ചു എന്നാൽ അവരാരും കർത്താവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ദൈവം പിന്നെ എത്രയോ പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു, ആ മൃഗങ്ങളെ സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം അതിന്റെ 6-ാമത്തെ ദിവസത്തിന്റെ 2-ാമത്തെ മനുഷ്യനെ തന്റെ സ്വരൂപത്തിന് തന്നോടൊരു കൂട്ടായ്മയുടെ ഒരു സാധ്യതയോടെ
മനുഷ്യനെ ഒരു ആത്മാവോട് കൂടി സൃഷ്ടിച്ചത്. മൃഗങ്ങൾക്കല്ല, ദേഹമുണ്ട്, ദേഹിയുണ്ട്. എന്നുവെച്ചാൽ അവയ്ക്കും വികാരങ്ങളും ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എന്തില്ലെന്ന് ചോദിച്ചാൽ അവർക്ക് ആത്മാവില്ല. എന്നുവെച്ചാൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു സ്നേഹമുണ്ട്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, അപ്പനന്മാരോടുള്ള ബന്ധത്തിലൊക്കെ നമുക്കൊരു സ്നേഹബന്ധം എന്ന് പറയുന്നത് പോലെയുള്ള അതിനേക്കാൾ ആഴത്തിലുള്ളൊരു കൂട്ടായ്മ സാധ്യമാണ് നമുക്കൊരു ആത്മാവുള്ളത്. അപ്പൊ ആദാമിനെയും അവയെ അങ്ങനെ സൃഷ്ടിച്ച് അവരുടെ ആദ്യത്തെ ദിവസം, ആദാമിന്റെ അവയുടെ ആദ്യത്തെ ദിവസം തന്നെ 7ാമത്തെ ദിവസം ദൈവം എന്താ ചെയ്തേ? അവരോട് കൂടെ വിശ്രമിച്ചു എന്നാണ് നമ്മളവിടെ ഉൽപ്പത്തി 2-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ കാണുന്നത്. ആ ഒരു അകമഴിഞ്ഞൊരു കൂട്ടായ്മ എത്രമാത്രം പിന്നെ, അതായത് എത്ര വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദമ്പതിമാർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അവര് വലിയ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വാരിക്കൊണ്ടിരുന്ന ഒരു സന്തോഷത്തോടെ, എത്ര കൂടാനുകൂടി യുഗങ്ങളെ ദൈവം തന്നെ ആയിരുന്നു, പ്രിയ ദൈവം മാത്രമായിരുന്നു ആദ്യയില്. പിന്നീട് കൂടാനുകൂടി ദൂതന്മാരുണ്ടായി, പിന്നീട് ഒത്തിരി സൃഷ്ടിപ്പുണ്ടായി. എന്നാൽ അവിടെ ഒന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയുണ്ട്. എന്നാൽ ആ സ്നേഹം ഇനിയും തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവരുമായിട്ട് പകരണമെന്നും പറഞ്ഞ ദൈവം നമ്മളെ, അതായത് ആദാമിനെ അവരെ ആദ്യം സൃഷ്ടിക്കുന്നതും അവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ആ ഒരു ദിവസം ചെലവഴിക്കുന്നതും. എന്നാൽ പെട്ടെന്ന് തന്നെ അവര് എന്ത് ചെയ്യുന്നു? അവർക്ക് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ദൈവം കൊടുത്തായിരുന്നു, ഒരു കഴിവ് കൊടുത്തായിരുന്നു. അപ്പം ദൈവം ഒരു റോബോട്ട് മാതിരിയല്ല ആദാമിനെ അവരെ സൃഷ്ടിച്ച് അവർക്ക് തീരുമാനമെടുക്കാൻ ഒരു കഴിവുണ്ടായിരുന്നു. അപ്പം അവർക്ക് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നുള്ളൊരു കൽപ്പനയും കൊടുത്തായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? പിശാചിന്റെ വാക്ക് കേട്ട് അവര് ദൈവത്തിന് അഗൻസ്റ്റ് ആയിട്ട് തങ്ങളുടെ വില്ല്, തങ്ങളുടെ ഇച്ഛാശക്തിയെ, തങ്ങളുടെ ഇച്ഛയെ ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന് അഗൻസ്റ്റ് ആയിട്ട്, ദൈവത്തിനെതിരായിട്ട് അത് എക്സസൈസ് ചെയ്യുന്നു, അത് പ്രയോഗിക്കുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് അവർക്കൊരു അകൽച്ചയുണ്ടായി. അതായത് ഒരു ജഡമാകുന്ന തിരശ്ശീല വന്ന് അവര് ദൈവത്തിൽ നിന്നുള്ള ഒരു കൂട്ടായ്മ ആയിട്ടൊക്കെ ഒരു പെട്ടെന്നൊരു കർട്ടൻ വന്ന് ഇവിടെ മുമ്പിൽ വന്ന് വീഴുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ, അതുവരെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരുന്നു അവര്. പെട്ടെന്ന് ഇത് ഭക്ഷിച്ചതോടുകൂടി അവർക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിട്ടുപോയി. അതായത് ഈ വയറിന്റെ കണക്ഷൻ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് കറണ്ടും ലൈറ്റും ഒക്കെ ഫാനും ഒക്കെ ഓഫായി പോകുന്നത് പോലെ പെട്ടെന്ന്, അതുവരെ അവർ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നതുകൊണ്ട് അവർ നഗ്നരായിരുന്നത് പോലും അവർ അറിഞ്ഞില്ലെന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി 2-ന്റെ അവസാനമായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയപ്പോഴത്തേക്കും ഇപ്പൊ ബൾബിന്റെ ഫിലമെന്റ് അതുപോലെ കത്തിയിരിക്കുമ്പോൾ ഫിലമെന്റ് നമ്മൾ കാണത്തില്ല, അതുപോലൊരു തേജസ്സോടെ അവരായിരുന്നു. എന്നാൽ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ഫിലമെന്റ് കാണുന്നത് പോലെ പെട്ടെന്ന് അവർക്ക് അവരുടെ നഗ്നതയെ കുറിച്ച് അവർ പിന്നെ അത്തിയില കൊണ്ട് മൂടാൻ നോക്കുന്നു, അവർ ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ നോക്കുന്നു. അവരെത്ര മണ്ടന്മാരായി തീർന്നു. ഇത്രയും മൃഗജാലങ്ങൾക്കൊക്കെ പേര് കൊടുത്ത് ആദാമിന് എത്ര ബുദ്ധിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെയൊക്കെ 10 മൃഗങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ 11ാമത്തെ മൃഗത്തിന്റെ പേര് ചിലപ്പോൾ ആദ്യം പറഞ്ഞ പേരായിരിക്കും പിന്നീട് ഒന്നുകൂടെ പറയുന്നത്. അതുപോലെ വലിയ മെന്റൽ കപ്പാസിറ്റിയോടുകൂടി ആദാം അത്രയും പക്ഷി മൃഗാദികൾക്കൊക്കെ പേരൊക്കെ കൊടുത്ത് ആദാം പെട്ടെന്ന് ഏറ്റവും മണ്ടനായിട്ട് ചിന്തിക്കുക, ദൈവത്തെ ഈ മരത്തിന്റെ കീഴിൽ കിടന്ന് കീഴിച്ചെന്ന് ഒളിച്ച ദൈവത്തെ നിന്ന് ഒളിക്കാം എന്ന രീതിയിൽ അവർ ബുദ്ധിശൂന്യനായി തീരുന്നു. അവർ ദൈവമായിട്ടുള്ളൊരു വേർപാടുണ്ടാകുന്നു. എന്നാൽ അവരുടെ ആ വിശ്രമം, റെസ്റ്റൊക്കെ അങ്ങ് അസ്വസ്ഥതയിലേക്ക് മാറുന്നു. പിന്നീട് ഹബേൽ മുതൽ അനേകർ ഈ ദൈവത്തിലേക്കുള്ള ഒരു ദാഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഒരു പരിധിവരെ ദൈവത്തിന് അവരോടുള്ള ഒരു കൂട്ടായ്മയും സംസർഗവും ഒക്കെ ഒരു പരിധിവരെ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ആത്മാവിന്റെ തലത്തിൽ ജീവൻ ഉണ്ടാകുവാന് സാധ്യമായിരുന്നില്ല. ആ ജഡമാകുന്ന തിരശ്ശീല അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ജഡമാകുന്ന ഒരു തിരശ്ശീല, പാപം ഇല്ലാത്ത ജഡമാകുന്ന ഒരു തിരശ്ശീല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. നമ്മളിപ്പോൾ കർത്താവിന് ഒരു ജഡം ഉണ്ടായിരുന്നു, കർത്താവിന് പക്ഷെ എന്തുണ്ടായിരുന്നില്ല, പാപം ഇല്ലായിരുന്നു. കർത്താവ് പരിശുദ്ധാത്മാവ് ജനിച്ചത്. അപ്പൊ അങ്ങനെ യേശു വന്ന് തന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിന്റെ കാൽവരി കുരിശിൽ മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു യേശു തന്റെ ജീവിതത്തില് തന്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തുകയായിരുന്നു. എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ അങ്ങനെ ദൈവമായിട്ടുള്ള ഇടപെടാതെ ഒരു കൂട്ടായ്മയിൽ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചതാണ് യേശു ക്രിസ്തു. ഏറ്റവും സ്വർഗീയ മനസ്സുള്ളവനായിട്ട്, സ്വർഗത്തിൽ തന്നെ മനസ്സുറപ്പിച്ചവനായിട്ട്, ഏറ്റവും സന്തോഷഭരിതമായ, ഏറ്റവും ചേതോഹരമായ, ഏറ്റവും മനോഹരമായിട്ടുള്ള സൗന്ദര്യമുള്ള ഒരു ജീവിതം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. ആ കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും ഈ ഭൂമിയിൽ ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് ജീവിച്ചത് യേശു ആണെന്നുള്ള കാര്യം
ഹൃദയത്തോട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു വലിയൊരു ദാഹവും ആക്രാന്തവും ഉണ്ടായേനെ. നമ്മുടെ വിചാരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെ ലോകത്തിൻ്റെതായ എന്തൊക്കെയോ ആൾക്കാരൊക്കെ ഏറ്റവും നല്ല സന്തോഷമുള്ള ജീവിതം ജീവിക്കുന്നതെന്നാണ് പിശാചിന്റെ വഞ്ചനയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ആ തരത്തിലിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ഹൃദയഹാരിയായ ജീവിതം യേശു കർത്താവാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും സാഫല്യമുള്ള ഒരു ജീവിതം യേശു കർത്താവ് ഭൂമിയിൽ തന്നെ ഒരു മനുഷ്യന് ദൈവമായിട്ടുള്ള ഇടപെടലില്ലാതെ അൺബ്രോക്കൺ ഫെലോഷിപ്പ് ജീവിക്കാൻ ഒക്കുന്നുള്ളൊരു കാര്യം യേശു കർത്താവ് കാണിച്ചു തന്നു. സ്വർഗത്തിൽ തന്നെയായിരുന്നു യേശുവിന്റെ മനസ്സ്. അവിടെ സ്വർഗത്തിൽ തന്നെ ഉറപ്പിച്ച കർത്താവ് എല്ലാം കാണുന്നതെല്ലാം സ്വർഗീയമായ ഒരു വീക്ഷണത്തോടെ കൂടെ കാര്യങ്ങളെല്ലാം കണ്ടത്. തന്നെ ആൾക്കാര് ശകാരിക്കുമ്പോഴോ വഴക്ക് പറയുമ്പോഴോ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ താനൊരു യൗവനക്കാരനായിട്ടൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെ ഓരോ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെപ്പോലെ കർത്താവ് ഒരു വ്യസനപാത്രമായി ആണ് ഈ ഭൂമിയിൽ വളർന്നു വന്നതെന്നൊക്കെ നമ്മൾ യെശയ്യാ 53:3 മാൻ ഓഫ് സോറോസ്. അതുപോലെ തന്നെ പല പല ദുരന്തങ്ങളും ഒക്കെ കർത്താവിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, പല മരണങ്ങളോ. അതുപോലെ തന്നെ യോസെഫ് വല്ല ബെഡ്രിഡനായോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതുപോലെ എന്തെല്ലാം രോഗം ശീലിച്ചവനായി എന്നൊക്കെയുള്ള കാര്യം നമ്മൾ യെശയ്യാ 53 വായിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല വിധമായിട്ടുള്ള പാപത്തിന്റെ പ്രലോഭനങ്ങളെല്ലാം നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും കോപിക്കാനാവട്ടെ, മോഹിക്കാനാവട്ടെ, ആകുലപ്പെടാനാവട്ടെ, നിഗളിക്കാനാവട്ടെ, നമ്മെപ്പോലെ എന്ന് പറയുമ്പോൾ ഏറ്റവും കർത്താവ് ഏറ്റവും സ്ട്രോങ് ആയതുകൊണ്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടെംപ്റ്റേഷൻസും കർത്താവ് നേരിട്ടിട്ടും കർത്താവ് അതിൽ നിന്ന് പാപം ചെയ്യാതെ ജീവിച്ച് അവിടെ എല്ലാം എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം. ഓരോ സമയത്തും തന്നെ ആ ജഡമാകുന്ന തിരശ്ശീലയെ എപ്പോഴും ചീന്തപ്പെടുവാനായിട്ട് തൻ്റെ സ്വന്തം ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ചീന്തപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നതുകൊണ്ട് യേശുവിനും പിതാവിനും തമ്മിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ഭംഗവും വന്നില്ല. അവസാനം കർത്താവിൻ്റെ ജീവിതത്തിന് അവസാനം ക്രൂശിലെ ഇരുള് വ്യാപിച്ചു 3 നാഴിക നേരം. അതിനുശേഷം പിന്നെ പിതാവുള്ള കണക്ഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിതാവേ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ദേവാലയത്തിന്റെ തിരശ്ശീല മുഴുവൻ താഴേക്ക് ചീന്തപ്പെട്ടതായിട്ട് നമ്മളവിടെ മത്തായി 27:51 വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ടും പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങേ ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ ആ പാരമ്യമായിട്ട് അത് കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ആ ചീന്തലുണ്ടായിരുന്നു എന്ന് അതിന്റെ പ്രതീകമായിട്ട് അത് ദൈവം തന്നെ യെരുശലേം ദേവാലയത്തിന് തിരശ്ശീല ചീന്തി അങ്ങനെ കർത്താവ് അതിലൂടെ നമുക്കൊരു വഴി ഒരുക്കിയിരിക്കുന്നു എന്ന് പറയും. ഇന്ന് കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ ക്രൂശെടുക്കാതെ അനുഗമിക്കാൻ പറ്റത്തില്ലെന്നാ കർത്താവ് ലൂക്കോസ് 23 ദിവസവും തന്നെ നിഷേധിച്ച് ക്രൂശെടുത്ത് വേണം അനുഗമിക്കാൻ എന്ന് പറയുമ്പോൾ ഈ കർത്താവിനോടുള്ള കൂട്ടായ്മയിലേക്ക് എനിക്കിന്ന് വരണമെങ്കിൽ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ ആ കർത്താവിനോടുള്ള ആ അൺബ്രോക്കൺ ഫെലോഷിപ്പിലേക്ക് എനിക്ക് വരണമെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടം അവിടെ നിങ്ങൾ മരിച്ചിരിക്കും, നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊളോസ്യർ 3:2 വാക്യത്തിൽ ഭൂമിയിലുള്ളത് അല്ല ഉയർത്തപ്പെടുവാനെ ചിന്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ, എങ്ങനെ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ്, അങ്ങനെ എണ്ണുമ്പോഴാണ് നിങ്ങൾ മരിച്ചു. അതാ 3-ാമത്തെ വാക്യം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലൂടെ ഈ ലോകത്തിന്റെ കാര്യങ്ങളോട് നമ്മളുടേതായ സ്വയത്തിന്റെ ഇഷ്ടത്തോടെല്ലാം മരിച്ചവരായിട്ട് എണ്ണുമ്പോഴാണ് അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൽ മറഞ്ഞ ഒരു അതിവിശുദ്ധ തിരശ്ശേരിക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അതൊരു മറഞ്ഞിരിക്കുന്ന സ്ഥലം, അത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി അവിടെ സ്വർഗ്ഗസിംഹാസനത്തിൽ കർത്താവിനോടുകൂടി മറഞ്ഞിരിക്കുന്ന ഒരു ജീവൻ. നമ്മളിവിടെ ഭൂമിയിലായിരിക്കുന്നത്, പക്ഷെ നമ്മളുടെ കൂട്ടായ്മ ഇവിടെ സ്വർഗത്തിലുള്ള കർത്താവിന്റെ മറുപടി ചാരി ഇരിക്കുന്ന ഒരു ആത്മാവിലുള്ള ഒരു അവസ്ഥ എന്നുവെച്ചാൽ നമ്മൾ തന്നെ മരണത്തിനായിട്ട് നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഒരു 0 ആയിട്ട് വട്ടപ്പൂജയോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാ നമ്മളിലൊന്ന് നിറഞ്ഞ് യേശുവായിട്ടുള്ളൊരു കൂട്ടായ്മ, കർത്താവിന്റെ ഒരു സ്നേഹം, കർത്താവിന്റെ മാർഗത്തിലെ ആ ഒരു സ്വസ്ഥത, കർത്താവിന്റെ ഒരു സ്നേഹം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നു. ആരോടും ഒരു ഇടുക്കമില്ല. ചിലർ നമ്മളെ കളയാക്കുകയോ നമ്മളെ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവരോട് കർത്താവ് അവർക്ക് അവരുടെ സ്നേഹം അറിയാത്തവരുണ്ട്, അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു. അവരോട് നമ്മൾ ക്ഷമിക്കുന്നു. നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥപ്പെടുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദൈവം അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിച്ചിട്ടില്ല. കർത്താവേ അവിടുന്ന് കാര്യങ്ങൾ അങ്ങനെ എൻ്റെ ഈ സ്വയത്തിന് അങ്ങ് മരിക്കുമ്പോൾ, എൻ്റെ ഈ പാപത്തിന്, എൻ്റെ ഞാൻ എന്നുള്ള ആ ഭാവത്തിന് ഞാനങ്ങ് മരിക്കുമ്പോൾ എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യേശു കർത്താവ് രണ്ടാമത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ തേജസ്സിൽ വെളിപ്പെടുന്ന 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി
തേജസ് വെളിപ്പെടും. എത്രമാത്രം തേജസ് വെളിപ്പെടും എന്ന് ചോദിച്ചാൽ എത്രയധികം തേജസ്, എത്രയധികം ജീവന്റെ സമൃദ്ധി ഇന്ന് ഞാൻ എത്രയധികം എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അത്രയധികം ഒരു തേജസ് ആയിരിക്കും ഇന്ന്. ആ നമ്മൾ 2 കൊരിന്ത്യർ 4:17 വായിക്കുന്നത് പോലെ നൊടിനേരത്തേക്കുള്ള കഷ്ടം, ജഡത്തിന്റെ കഷ്ടം. നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഞാൻ തന്നെ കൺക്ലൂഡ് ചെയ്യട്ടെ, മറ്റുള്ള സൗകര്യങ്ങളിൽ നമുക്ക് കേൾക്കാമല്ലോ. 2 കൊരിന്ത്യർ 4:16 പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയാണ്, ആക്ഷരികമായിട്ട് നമ്മളുടെ ശരീരം ക്ഷയിച്ചു പോകുന്നു നമ്മൾ വയസ്സ് കഴിയുമ്പോൾ. എന്നാൽ ആത്മീയാർത്ഥത്തിൽ പറയുമ്പോൾ നമ്മളുടെ ഇവിടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. അതിന്റെ കൂടെ തന്നെ സംഭവിക്കുന്ന കാര്യം എന്താ പറയുന്നത്? എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ആത്മാവിൽ നമുക്ക് ജീവന്റെ ഒരു പുതുക്കം, അധികമായിട്ടൊരു തേജസ്, അധികമായിട്ട് കർത്താവിന്റെ ഒരു ജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യനായ നമ്മുടെ ഈ ജഡത്തിൽ ഒരു മരണം ഉണ്ടാകുമ്പോഴും ജഡം അഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ജഡം ക്ഷയിച്ചു പോകുമ്പോഴാണ് ജഡത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നതിനനുസരിച്ച്, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നതിനനുസരിച്ച് എൻ്റെ ആത്മാവിൽ ഞാൻ അധികമായിട്ട് യേശുവിനെ പോലെ ആയിത്തീരുന്നത്. അതുകൊണ്ട് പറയുന്നു, ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നമ്മള് ഇപ്പം ചിലർ നമുക്ക് പ്രയാസപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈവൻ നമ്മളെ എല്ലാവരും ഒത്തിരി പേര് പുകഴ്ത്തുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ജഡത്തിൽ നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞത് നമ്മൾ പ്രയാസപ്പെടുന്നവരോട് ദേഷ്യപ്പെടാനോ കൈപ്പാടിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ പുകഴ്ത്തുന്നവരോട് നമുക്ക് അവിടെ ജഡത്തിലൊരു സന്തോഷം, ഞാൻ വലിയ ആളാണല്ലോ, ഞാൻ അയ്യോ പാവം ഞാനായാലും ഞാനായാലും അവിടെ ജഡത്തിൻ്റെതായ ഒരു സന്തോഷമുണ്ട് തിരിച്ചെന്തെങ്കിലും ചെയ്യുമ്പോഴോ അതുപോലെ ജഡത്തിൻ്റെതായ കാര്യങ്ങളിൽ നമ്മൾ അഭിനമിക്കുമ്പോൾ. എന്നാൽ അവിടെ കർത്താവേ മനുഷ്യന്റെ മാനം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ കർത്താവേ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നുള്ള കാര്യമല്ല. കർത്താവേ അവിടുത്തെ ഇഷ്ടം എന്താണോ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ. ഇപ്പോൾ നാളെ പരീക്ഷയാണ്, അത് ഞാനിന്ന് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഞാൻ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്താൽ മതിയോ ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളത് കർത്താവേ അവിടുത്തെ ഇഷ്ടം എന്താണ്. ആ കാര്യം ചെറിയൊരു കാര്യത്തിൽ നമുക്ക് ഓരോരോ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ 7 ദിവസത്തെ കൂട്ടായ്മ നമ്മൾ കർത്താവേ അത് അവിടുത്തെ ഇഷ്ടം എന്താണ്. ഞാൻ ഒരു കണക്ഷനും ഇല്ലാതെ ഒരു ബന്ധമില്ലാതെ പിന്നെ മീറ്റിംഗ് റെഗുലറായിട്ട് നമ്മൾ മീറ്റിങ്ങുകളുടെ കാര്യത്തിൽ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാവട്ടെ, അതൊക്കെ മീറ്റിംഗ് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ്. അതിൽ പോലും നമ്മളെ സഹോദരങ്ങൾ എത്രമാത്രം കുറവുള്ളവരാണ്. അപ്പോൾ കർത്താവ് അവിടുത്തെ ഇഷ്ടം എന്താണ്. ഞാനിത് ഈ ഒരു ജീവന്റെ കൂട്ടായ്മ, സഭയുടെ കൂട്ടായ്മ കാര്യങ്ങളൊക്കെ ഞാൻ വിലമതിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടം എന്താണ്. ശരിയാണ്, നമുക്ക് ചിലപ്പം കൂട്ടായ്മയ്ക്ക് എത്തിപ്പെടാനും ഒക്കെ കുറച്ച് കഷ്ടങ്ങളുണ്ട്, കുറച്ച് നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ കർത്താവേ ഇതിനൊരു മുൻഗണനയുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കർത്താവേ അത് ഞാനായിരിക്കുന്ന ശരീരമാകുന്ന സഭയുടെ കൂട്ടായ്മയാണ്. അത് മിസ് ചെയ്യരുത്. അത് എന്ത് പ്രയാസപ്പെട്ട് ഞാനത് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഞാനത് അറ്റൻഡ് ചെയ്യും. ഇത് ചെറിയൊരു കാര്യം. ശരിയാണ്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അസുഖം വന്ന് കിടപ്പിലായി ICU വെന്റിലേറ്ററിലാണെങ്കിൽ നമ്മളിവിടെ വരണമെന്ന് ആരും പറയത്തില്ല. പക്ഷേ വേറെ എത്രയോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ നമ്മളത് വന്നെത്തിച്ചേരത്തില്ല, എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞാൽ ശരി, അവിടെയൊക്കെ നമ്മുടെ ജഡത്തിലൊരു കഷ്ടം സഹിക്കണം. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. ആരും എന്നെ ചോദ്യം ചെയ്യാൻ എന്താ വേറെ മീറ്റിങ്ങിന് വരാത്തതെന്നോ ചോദിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനാരാ, എന്നെ ചോദ്യം ചെയ്യാൻ ഞാനാരാ. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. അവിടുത്തെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നാണ് Ebrയർ 10:25 നമ്മൾ വായിക്കുന്നത്. അവിടുത്തെ കർത്താവേ അങ്ങനെ കൽപ്പനയുണ്ടല്ലോ. കർത്താവേ അവിടുന്ന് ഞാനങ്ങനെ ഉപേക്ഷ വിചാരിക്കുന്നുണ്ടോ, ഞാൻ കാര്യങ്ങൾ അതിൽ ഒരുപാട് എടുക്കുന്നുണ്ടോ? അപ്പം അതുപോലെ തന്നെ അതൊരു ചെറിയൊരു വാക്യം. എന്നാൽ അതുപോലുള്ള എത്രയോ വാക്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ പല മേഖലകളിൽ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവേ അവിടെ ഒരു ജഡത്തിലൊരു കഷ്ടമുണ്ട്. എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് പറയുമ്പം ഇപ്പം തിരിച്ച് ചിലരോട് 2 വാക്ക് പറയുമ്പോൾ നമുക്കൊരു ജഡത്തിന് വലിയൊരു സന്തോഷം. പക്ഷെ അവിടെ ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളൊരു ആ ഒരു സൗമ്യതയോടെ, ചിലപ്പം ആത്മാവിലൊരു കാർക്കശ്യതയോടെ ചില നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് ആ ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ആത്മാവിലൊരു കാർക്കശ്യത്തോടെ, സ്ട്രിക്ട്നെസ്സോടെ, ഫേംനെസ്സോടെ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ കാണും. അവിടെ ആ ഒരു കാർക്കശ്യത്തോടെ കാര്യങ്ങൾ പറയുന്ന അപ്പോൾ അവിടെ നമ്മുടെ ജഡത്തിലൊരു കഷ്ടമുണ്ട്, എന്നാൽ ആത്മാവിനൊരു സന്തോഷം. അത് നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം
അത്യന്ത അനവധിയായ തേജസ്സിന് നിത്യഘനം. ഈ തേജസ് വെളിപ്പെടുന്ന കാര്യം ഇപ്പൊ നമ്മൾ കൊളോസ്യർ 3:4 വായിച്ച്, കർത്താവ് വെളിപ്പെടുമ്പോൾ തേജസ്സോട് വെളിപ്പെടുന്ന പറയുമ്പോൾ ഈ തേജസ് എവിടുന്ന് കിട്ടുന്നതാ? വെറുതെ പോസ്റ്റിന് കിട്ടുന്ന തേജസ് അല്ല, ഇവിടുത്തെ കഷ്ടത്തിലൂടെ പോകുന്നവർക്ക് തേജസ് ഉള്ളൂ. ഓട്ടം കിരീടമില്ല, ഓട്ടം ഓടിയില്ലെങ്കിൽ യുദ്ധം ചെയ്യാതില്ല ചെയ്യുന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ ഒരു യുദ്ധത്തിലൂടെയാണ് ഈ കിരീടം, ക്രോസിലൂടെയാണ് ക്രൗൺ, ഒരു ക്രൂസിലൂടെയാണ് കിരീടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു കഷ്ടത്തിലൂടെ പോകുന്നതിനനുസരിച്ച് അത്യന്ത അനവധിയായ തേജസ്സിന്റെ ഒരു നിത്യഘനം, നൊടിനേരത്തേക്കുള്ള, അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് 3 ഓപ്പോസിറ്റ്സ് അവിടെ ആ വചനത്തിൽ പറയുന്നത്. നൊടിനേരത്തേക്കുള്ള എന്നുള്ളത് മൊമെന്ററി, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? നിത്യം, ഇറ്റേണൽ എന്നുള്ളൊരു കാര്യം. പിന്നെന്താ പറയുന്നത്? ലഘുവായ കഷ്ടം, ലൈറ്റ് അഫ്ലിക്ഷൻ, ലൈറ്റ് ലഘുവായിട്ടുള്ള, ഘനം എന്ന് പറഞ്ഞാൽ ഹെവി, വെയിറ്റ്. പിന്നെന്താ? കഷ്ടം, കഷ്ടത്തിന് ഓപ്പോസിറ്റ് തേജസ്, തേജസ്സിന്റെ അതാ നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, തേജസ്സിന്റെ നിത്യഘനം, അത് ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പൊ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തേജസ് കിട്ടുന്നേ? കാണുന്നതിനെ അല്ല. 18ാമത്തെ വാക്യം, വൈൽ വി ലുക്ക് നോട്ട് അറ്റ് ദ, മലയാളത്തിൽ അത് 2 സെന്റൻസ് ആയിട്ട് മുറിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അർത്ഥം അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഗ്രീക്കിലും ഇംഗ്ലീഷിലൊക്കെ ഒരേ വാക്കാണത്, ഒരേ സെന്റൻസ് ആണത്, വാക്യമാണ്. എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക? കാണുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, ഭൂമിയിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഈ കഷ്ടമൊന്നും വേണ്ട, തേജസ്സും കിട്ടത്തില്ല. പക്ഷെ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്ന കാര്യം നമ്മളിപ്പം സ്വർഗത്തിൽ മനസ്സ് സെറ്റ് ചെയ്യുന്ന കാര്യം നമ്മളിപ്പം കൊളോസ്യർ 3 കണ്ടത്. അപ്പം കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണാത്തവനായ അദൃശ്യനായ കർത്താവിനെയാണ് നോക്കുന്നത്, വിശ്വാസം നായകനെ പുറത്തു വരുന്നതുമായ യേശുവിനെയാണ് നോക്കുന്നത്. എബ്രായർ 12:2 പറയുന്നത് പോലെ കാണുന്നത് താൽക്കാലികം. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അഴിഞ്ഞു പോകുന്ന കാര്യം. കാണാത്തതായിട്ടുള്ള കർത്താവിൻ്റെതായ ദിവ്യ സ്വഭാവവും അതാണ് നിത്യമായിട്ടുള്ളത്. അപ്പൊ ആ കർത്താവിൽ തന്നെ എൻ്റെ മനസ്സുറപ്പിക്കാൻ തക്കവണ്ണം ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ തിരിച്ചാ ക്ലോസ് 3 വരുമ്പോൾ 4ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം എന്തൊക്കെയാ? നിങ്ങളുടെ അവയവങ്ങളെല്ലാം മരിപ്പിക്കണമെന്നാണ് പറയുന്നത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗ, ദുർമോഹം, വിഗ്രഹാര, അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കി ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളോട് അനുബന്ധിച്ച് കർത്താവെ ഞാൻ എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിക്കണം. മരണത്തിനായിട്ട് കർത്താവ് ഞാൻ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊരു മരണത്തിനായിട്ട് ഏൽപ്പിക്കണം. അവിടെ നമ്മളൊരു വില നൽകേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു സ്വയജീവന്റെ വില നൽകേണ്ടതായിട്ടുണ്ട്. എങ്കിലേ അവിടെ ആത്മാവിലൊരു തേജസ് വന്ന് നിറയത്തുള്ളൂ എന്ന് പറഞ്ഞ കർത്താവിനുള്ളൊരു കൂട്ടായ്മയിലേക്ക് നമുക്ക് ആയിരിക്കാൻ ഒക്കെയുള്ളൂ. കർത്താവിനുള്ള ഇടതടവില്ലാതെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു വിലയുണ്ട്. എന്ത് വിലയാ? എത്ര കോടിയാ? ഒരു കോടിയും വേണ്ട, മറിച്ച് നമ്മുടെ സ്വയജീവന്റെ വില, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്റെ വില. അത് ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് ഞാൻ എന്നെ തന്നെ ഒരു 0 ആയിട്ട് എപ്പോഴും താഴ്മയിൽ എന്നെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ ഇഷ്ട രീതിയിൽ കർത്താവെ നോക്കാനോ പറയാനോ ചിന്തിക്കാനോ ഒന്നും എൻ്റെ കർത്താവെ അവിടത്തേക്കായിട്ട് പൂർണ്ണ മഹത്വത്തോടെ കർത്താവെ പൂർണ്ണമായിട്ട് അവിടുത്തെ മഹത്വത്തിനായിട്ട് പൂർണ്ണമായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വിലയുണ്ട്. നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വില. അപ്പോൾ തേജസ്സിന്റെ ഘനം, തേജസ് നമ്മുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ആത്മാവ് തന്നെ നമ്മളുടെ ദേഹി, നമ്മുടെ ചിന്തകൾ അവിടെ സ്വർഗത്തിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വീക്ഷണം, നമ്മുടെ സ്വർഗത്തിലെ ഉയരത്തിൽ കയറി വരിക. ഇപ്പൊ നമ്മള് വെളിപാട് 3:21 നമ്മൾ വായിച്ചു, ജയിക്കുന്നവൻ എന്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഉയരത്തിലേക്ക് കയറി വരാൻ 4ന്റെ 1ാമത്തെ വാക്യത്തിൽ യോഹന്നാനോടുള്ള ഉയരത്തിലേക്ക് കയറി വരിക എന്നുള്ളൊരു ആഹ്വാനം നമ്മളവിടെ കാണുന്നു. കം അപ്പ് ഹിയർ. ആ ഉയരത്തിലേക്ക് കയറി വരാനായിട്ട് ഞാൻ നമ്മെ തന്നെ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഈ ദേഹി അവിടെ സ്വർഗത്തിൽ ഉറപ്പിക്കും. അപ്പം നമ്മളുടെ ചിന്തകൾ, നമ്മളെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വചനപ്രകാരം കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നമ്മുടെ ചിന്തകൾ ഉയരത്തിൽ നിന്നുള്ളൊരു ചിന്തകളായിരിക്കും. അപ്പം നമ്മുടെ വികാരങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടായിരിക്കും. നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന്റെ പൂർണ്ണതയിലേക്കായിരിക്കും. നമ്മളാരും ഒരു ദിവസം പൂർണ്ണരായിത്തീരുന്നതല്ല, വർത്തമാനമായ രീതിയിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുക. ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ദേഹം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സ്വർഗീയമായിട്ട് കർത്താവായിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുവാണ്. കമഹിയർ, എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ ഉയരത്തിലേക്ക് കയറി വരിക എന്നുള്ളൊരു ആഹ്വാനം, ആ ഒരു വിളി കേട്ടുകൊണ്ട് നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. അവിടുത്തോടുള്ള ഒരു അകമഴിഞ്ഞ കൂട്ടായ്മയുടെ മാധുര്യം, അതിനായിട്ട് കർത്താവ് എത്രമാത്രം വാഞ്ചിക്കുന്നു എന്നുള്ളൊരു കാര്യം, അതിനെ തടസ്സപ്പെടുത്തുന്ന പാപങ്ങളെ നമ്മൾ എത്ര ഒരു നിലവിൽ നമ്മുടെ ജീവിതത്തിൽ വേണം. അയ്യോ കർത്താവേ, നിങ്ങളുള്ള കൂട്ടായ്മ തടസ്സപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ, എൻ്റെ ചില മനോഭാവങ്ങൾ, എൻ്റെ ചില ശീലങ്ങൾ,
എൻ്റെതായ ചില കർത്താവെ ചില ആറ്റിറ്റ്യൂഡ്സ്, ചില പ്രയോറിറ്റീസ്, ചില മുൻഗണനകളൊക്കെ കർത്താവെ എത്ര കർത്താവെ നിഗളിയായ എത്ര സ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് ഞാനെന്ന് എന്തുകൊണ്ട് നമ്മുടെ ജഡത്തിൻ്റെ ആ ഒരു ഡിപ്രൈവിറ്റി, അതിൻ്റെ ഒന്നുമില്ലായ്മ കണ്ടുകൊണ്ട് കർത്താവെ ഈ ജഡത്തെ ഇനി നന്നാക്കി എടുക്കാനല്ല, ഈ ജഡത്തെ ക്രൂശിക്കാനേ കൊള്ളത്തുള്ളൂ കർത്താവെ. എൻ്റെ ഈ സ്വന്തം ഇഷ്ടത്തെ ഞാൻ ക്രൂശിലേൽപ്പിക്കുന്നു, അത് ചീന്തപ്പെടട്ടെ കർത്താവെ. അവിടുത്തെ കൂട്ടായ്മ, സ്വർഗത്തിലുള്ള അവിടുത്തെ കൂട്ടായ്മയിൽ എപ്പോഴും ഈ ഭൂമിയിൽ നടക്കുമ്പോഴും കർത്താവെ എൻ്റെ ആത്മാവും ദേഹിയൊക്കെ സ്വർഗത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട്, ഭൂമിയിൽ ഞാൻ ഈ കർത്താവ് ശരീരം കൊണ്ട് നടക്കുമ്പോൾ സ്വർഗത്തിലാണ് എൻ്റെ ആത്മാവും ദേഹി അവിടെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവിനെ സഹായിക്കണമെന്നുള്ളൊരു ഇതൊരു തീർച്ചയായിട്ടല്ല നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള ഇടപെടലിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോട് അപ്പനന്മാരുള്ള ഇടപെടലിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സഭയിലുള്ള നമ്മുടെ സഹോദരങ്ങളോട് ഇടപെടലിൽ, നമ്മുടെ മീറ്റിങ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഓരോ തരത്തിലും ഓരോ കാര്യത്തിലും ഈ കാര്യങ്ങൾ സ്വർഗീയമായ രീതിയിൽ കർത്താവ് എന്താ ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ശീലിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെതായ പല പാരമ്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കർത്താവെ അവിടുന്ന് ഈ കാര്യത്തിൽ എങ്ങനെ ഞാൻ പെരുമാറണം, എങ്ങനെ ഞാൻ തീരുമാനിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കണം. അതുപോലെ എന്നെ ചെയ്യാൻ സഹായിക്കണം, അതുപോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണം എന്നൊരു നിലവിൽ നമ്മൾ ഉയരട്ടെ. കണ്ടതിനായിട്ട് സഹായിക്കും. കർത്താവിന് മാത്രം ശരണപ്പെട്ടുകൊണ്ട്, ശരണവൻ കർത്താവെ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടെ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കുക എന്നെ ഇപ്പോൾ. ആ പൗലോസിന്റെ നിലവിളി പോലെ കർത്താവെ അവിടെ തന്നെ ഈ ലോകത്തിൻ്റെതായ ജഡത്തിൻ്റെതായ കാര്യങ്ങളിൽ നിന്ന് കർത്താവെ അവിടെ തന്നെ രക്ഷിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് കർത്താവെ അവിടുന്ന് എന്നെ സ്വർഗത്തിൽ തന്നെ എൻ്റെ മനസ്സുറപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ ഒരു ഗുരുതരമായ കൂട്ടായ്മയിലേക്ക് എന്നെ കർത്താവെ വഴി നടത്തണമേ എന്നുള്ളൊരു വലിയൊരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ആവശ്യബോധത്തോടെ കർത്താവെങ്കിൽ ഒരു സീറോവായിട്ട്, ഒരു വട്ടപ്പൂജ്യമായിട്ട്, ഒരു ഭാവിയിൽ ഞാനാണ് പ്രധാനി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിനെ നോക്കി പാട്ട് പാടാം. അതെ കർത്താവെ, ഞങ്ങളെ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ദേഹം ഒരു നാൾ രക്ഷിക്കപ്പെടുമെന്ന ഞങ്ങളുടെ ദേഹിയെ സമ്പൂർണ്ണമായിട്ട് അവിടെ രക്ഷിക്കണമേ. പിശാചിൻ്റെതായ ഈ ലോക വ്യവസ്ഥയിലൂടെ, ഞങ്ങളുടെ ജഡത്തിലൂടെ ഉയരുന്ന പല കാര്യങ്ങളിലൂടെ കെട്ടിപ്പിണഞ്ഞ് കർത്താവ് ഞങ്ങളുടെ ദേഹി കർത്താവ് ഞങ്ങളുടെ ദേഹി ഈ ഭൂമിയിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കാതെ അത് കർത്താവ് സ്വർഗ്ഗത്തിൽ തന്നെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്നു, പൂർത്തിയായി സുഖമെന്നും പൂർണ്ണമായി മഹത്വം കുഞ്ഞാടുന്നു ഞങ്ങൾ പാടിയതുപോലെ. അറിയത്താതെ അവിടെ ആത്മാവിനാൽ ഞങ്ങളെ വന്ന് നിറച്ച് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും രക്ഷിച്ചാട്ടെ. അറിയത്താതെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപബന്ധനങ്ങളെയും അങ്ങനെയുള്ള ഇടതടവില്ലാതുള്ള കൂട്ടായ്മയെയും ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ കർത്താവെ അതെല്ലാം കർത്താവിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ, താഴ്മയോടെ കുമ്പിടുവാൻ നിങ്ങൾ ഒത്തിരി സഹായിക്കണം കർത്താവെ. അങ്ങേക്ക് അവിടുത്തെ രാജ്യത്തിന്, അവിടുത്തെ സഭയ്ക്ക്, അവിടുത്തെ കൂട്ടായ്മയ്ക്ക് എല്ലാം കർത്താവെ ആ ഒരു ഒന്നാം സ്ഥാനം, ആ പ്രയോറിറ്റി മുൻഗണന നൽകുവാൻ കർത്താവെ ഞങ്ങളെ ഒത്തിരി സഹായിക്കണം. ഓരോരോട് അവിടുന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ആഴത്തിലുള്ളൊരു മാനസാന്തരം അവിടുത്തെ ദൈവം ഞങ്ങളുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. അതേ ആ 10 ദിവസം അവിടെ നോക്കിയതുപോലെ ആ നോട്ടം കാണുവാൻ കർത്താവെ അങ്ങേ ഞങ്ങൾ തിരിഞ്ഞു നോക്കട്ടെ. ആ മനസ്സിലൂടെ അവിടെ ഞങ്ങൾ നോക്കി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒത്തിരി സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ട് ഞങ്ങൾ രക്ഷിച്ചാട്ടെ. ആ രക്ഷയുടെ നിറവിൽ തന്നെ ജീവിക്കുവാൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ കർത്താവെ എപ്പോഴും ഞങ്ങളുടെ സ്പർശതയുള്ളവരായിട്ട് നമ്മുടെ മനസ്സാക്ഷിയോടെ എപ്പോഴും സീറോ ജീവിക്കാൻ ഞങ്ങളെ ഒത്തിരി സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ രാത്രിയുടെ നിറവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് തരണം. ഞങ്ങളുടെ വലിയ ഉദാഹരണം തന്നെ വചനത്താൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് വിടുവിക്കാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി യേശുവിനെ പ്രാർത്ഥനകളെ സൂചിപ്പിക്കുന്ന എല്ലാം യേശു കർത്താവിന്റെ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ.